നമസ്കാരം. ഹൈന്ദവർക്ക് അപമാനഭാരം കൊണ്ട് തലയുയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥ. ശബരിമല പോലുള്ള അതിപവിത്രമായ ഒരു ആത്മീയ കേന്ദ്രം മുഴുവൻ ഒരു സംഘം കൊള്ളക്കാരുടെ പിടിയിൽപ്പെട്ട് ആചാരാനുഷ്ഠാനങ്ങളെ മുഴുവൻ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ലോകത്തിൻ്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന അയ്യപ്പ ഭക്തന്മാർ ഇവരെന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത്? ഇനി എന്തൊക്കെയാണ് പുറത്തു വരാനുള്ളത്? വാജിവാഹനം തന്ത്രി കൊണ്ടുപോയി വീട്ടിൽ വെക്കുക. ഇത്തരം തന്ത്രശാസ്ത്രങ്ങൾ നിൽക്കുന്നവർ, മനുഷ്യനെ തൊട്ടാൽ പൊള്ളുമെന്ന് പറയുന്നവർ, തൊട്ടാൽ അശുദ്ധിയാകുമെന്ന് പറയുന്നവർ, അശുദ്ധി ഉള്ള ജനങ്ങൾ, സ്ത്രീജനങ്ങൾ അശുദ്ധി വരുന്ന അവരുടെ മാസാമാസങ്ങളിലുള്ള അശുദ്ധി വരുന്ന ദിവസങ്ങളിലുള്ള സ്ത്രീകൾ താമസിക്കുന്ന സ്ഥലത്ത് പവിത്രമായ ഒരു സാധനം കൊണ്ടുവെക്കുക. എന്നിട്ട് മനുഷ്യനെ തൊട്ടാൽ പ്രശ്നം. നമ്മളെന്തോരം അധപ്പതിച്ചു പോയിരിക്കുന്നു. എത്ര കാലങ്ങളായി ഇവരിത് തുടങ്ങിയിട്ട്. ഓരോ കാലാകാലങ്ങളിൽ അവിടെ നിൽക്കുന്ന തന്ത്രിമാരും മേൽശാന്തിമാരും ഒരു കാലഘട്ടത്തിൽ എത്രയോ ലക്ഷങ്ങൾ കൊടുത്താണ് അവർ ആ തന്ത്രിപ്പട്ടം നറുക്കിട്ടെടുക്കുന്നതിന് മുമ്പും ഒക്കെ ഇതിനെ തിരഞ്ഞെടുക്കുന്നതിനൊക്കെ ഒരുപാട് മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിലും സാമ്പത്തിക സ്രോതസ് നോക്കി, സാമ്പത്തിക സോമിൻ്റെ അർത്ഥം അറിയാത്തവരൊക്കെ ഉണ്ട് ഇതിനകത്ത് ഒരുപാട്. അല്ലെങ്കിൽ ഒരു നല്ല ലളിത സഹസ്രനാമം ഒന്ന് ശുദ്ധമായി ചൊല്ലാൻ പറഞ്ഞാൽ അറിയാത്ത, ഓംകാരത്തിൻ്റെ അർത്ഥമറിയാത്ത, തന്ത്രശാസ്ത്രങ്ങൾ, പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളും നിഗൂഢതകളും അറിയാത്ത, പുരാണങ്ങളെക്കുറിച്ച് ഗ്രാഹ്യമില്ലാത്ത, വേദങ്ങളും ഉപനിഷത്തുകളും അറിയാത്ത എത്രയോ പേർ ദൈവജ്ഞാനന്മാരായി ജീവിക്കുന്നു. എത്രയോ ക്ഷേത്രങ്ങൾ അവരുടെ തന്ത്രത്തിലാണെന്ന് പറഞ്ഞു വരുന്ന എത്രയോ പേർ. എനിക്ക് ഇത്രയും ക്ഷേത്രത്തിൽ തന്ത്രമുണ്ട്, എന്താണ് തന്ത്രം എന്ന് പോലും തിരിച്ചറിയാത്ത ഒരു ദൈവജ്ഞൻ, ഒരു തന്ത്രി, തൻ്റെ തന്ത്രമുള്ള ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളും അല്ലെങ്കിൽ മൂല്യമുള്ളത് അല്ലെങ്കിൽ പഴക്കമുള്ളത് ഇതൊക്കെ തൻ്റെ തന്ത്രം ഉപയോഗിച്ച് അടിച്ചു മാറ്റി വീട്ടിൽ കൊണ്ട് വെക്കുകയും അത് പുരാവസ്തു വാങ്ങുന്നവർക്ക് വിൽക്കുകയും വിറ്റ് കാശുണ്ടാക്കിയിട്ട് തലമുറകൾക്ക് കൈമാറാനും ഒക്കെ ആഗ്രഹിക്കുന്ന സമൂഹത്തിൻ്റെ മുമ്പിൽ ഞെളിഞ്ഞങ്ങോട്ട് നിന്ന് ഞാനാണ് അയ്യപ്പൻ, ഞാനാണ് വേദശാസ്ത്രങ്ങളുടെ അല്ലെങ്കിൽ ദൈവജ്ഞൻ്റെ തുല്യമായിട്ടുള്ള, ദൈവത്തിന് തുല്യമായിട്ടുള്ള ജ്ഞാനമുള്ള, ദൈവസങ്കല്പത്തിന് ശക്തി, ദൈവത്തിൻ്റെ ശക്തി കണ്ണടച്ചിരുന്ന അനുജ്ഞയിട്ടും എന്നാണ് പറയുന്നത്. രാഹുൽ ഈശ്വർ പറയുന്നത് കേട്ടോ. അത് ദൈവവും തന്ത്രിയുമായിട്ടുള്ളൊരു ബന്ധമാണ്. അത്തരത്തിൽ ദൈവമായിട്ട് ഒരു ബന്ധം വേണമെങ്കിൽ അവൻ്റെ ഉപാസനാ ബലം ശക്തിയായിരിക്കണം, അവൻ്റെ ഹൃദയം ശുദ്ധമായിരിക്കണം, അവൻ്റെ കർമ്മങ്ങൾ ശുദ്ധമായിരിക്കണം. ഇപ്പം കണ്ണൈഷ് ഉപാസനയുള്ള ഒരുപാട് പേരുണ്ട്. എൻ്റെ അടുത്ത് പലരും പറയാറുണ്ട്, സ്വാമി ഈ ഉപാസന അവസാനം ചെവി പൊട്ടി മരിക്കും, അല്ലെങ്കിൽ ചെവി പൊട്ടി രക്തം വരും. ചെവിക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല. എത്രയോ പേരുടെ ഓരോ ദിവസവും വരുന്ന ഏറ്റവും കുറഞ്ഞ 30-40 പേരുടെ ഫലങ്ങൾ പറയുമ്പോൾ, വിധിയുള്ളതും വിധിയില്ലാത്തതുമായിട്ടുള്ള ആൾക്കാരുടെ ഫലങ്ങൾ പറയുമ്പോൾ വളരെ സൂക്ഷ്മമായി കാതിലും ആ കാതിലൂടെ ബോധത്തിലും തെളിയുന്ന സത്യങ്ങൾ വരുന്നുള്ളവർക്കറിയാം. അത് പറയുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങളുണ്ട്. പക്ഷെ ഇതെപ്പോഴാണോ നമുക്ക് വിൽപ്പനയ്ക്കാക്കുന്നത്, ഇതെപ്പോഴാണ് നീ വിൽക്കാൻ തുടങ്ങുന്നത്, അപ്പോൾ ഒരു ചിറകൊടിയോടുകൂടി ആ മൂങ്ങയുടെ പുറത്ത് വന്നിരിക്കുന്ന ആ ദൈവികമായിട്ടുള്ള അനുഗ്രഹം നമ്മളെ വിട്ടുപോകും എന്നുള്ളതാണ്. ഇതൊന്നും കൃഷ്ണപരുന്തെന്ന് പറഞ്ഞ സിനിമയിൽ കണ്ടിട്ടില്ലേ? ശ്രീകൃഷ്ണപരുന്ത്. അപ്പോൾ ഇത് വിൽക്കാനുള്ളതല്ല, നിനക്ക് ജീവിക്കാം. നിനക്ക് ജീവിക്കാനുള്ളതൊക്കെ ദൈവം തരും, ദക്ഷിണ തരും. അത്യാവശ്യം ഹോമങ്ങളൊക്കെ ചെയ്യാം. അത് കൃത്യമായി നീ കണ്ടെത്തിയിട്ട് തന്നെ ചെയ്യണം. ഇതാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്താൽ ഒരു പരിധിയിൽ നിന്ന് നമുക്ക് മാറ്റമുണ്ടാകാം, മോക്ഷപ്രാപ്തി ഉണ്ടാകാം. അതൊക്കെ ചെയ്യാൻ പറ്റും, അതൊക്കെ ചെയ്യണം. അല്ലാതെ ഇതിനെ മുഴുവൻ മൊത്തത്തിൽ കച്ചവടക്കാരായിട്ട് മാറിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. ശബരിമലയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ദുഃഖമേയല്ലേ വരുള്ളൂ. കൊടിമരത്തിൻ്റെ മുകളിലിരിക്കുന്ന അത്രയും പവിത്രമായിട്ടുള്ള ആ സാധനം,
അതിനെ എടുത്ത് വീട്ടിൽ കൊണ്ടുവച്ചു. വീട്ടിൽ പ്രശ്നമാകും, ഇത് ശബരിമലയിൽ വിഷയമുണ്ടാകും എന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കത്ത് കൊടുത്തു. എന്താണ്? എനിക്ക് എൻ്റെ കയ്യിൽ ഇങ്ങനൊരു സാധനമുണ്ട്, ഞാൻ തിരിച്ചു തരാം. ഇദ്ദേഹത്തിൻ്റെ കുടുംബസ്വത്താണ്. ഇല്ലെങ്കിൽ തന്നെ താഴമൺ കുടുംബത്തിന് അയ്യപ്പൻ്റെ ക്ഷേത്രമായിട്ട് ആ ശബരിമലയുടെ അതിർത്തിക്കകത്ത് കാലുകുത്താൻ യോഗ്യതയില്ലാത്ത അതിനുള്ള ഓരോരുത്തന്മാർ, ഒറ്റൊരുത്തൻ അതിനുള്ള യോഗ്യതയില്ല. വിറ്റ് കാശാക്കാൻ ഏതോ കാലത്ത് ചെയ്ത പുണ്യവും ആ പുണ്യത്തിൽ നിന്ന് കിട്ടിയ പാപവും കൂടാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെ കുടുംബസ്വത്തെന്നാണോ വിചാരിച്ചത് ആയിരക്കണക്കിന് ഭക്തന്മാർ കൊടുക്കുന്നത്? ഞാൻ നേരിട്ട് കണ്ടുകൊണ്ട് നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. 41 ദിവസം ഞാനിവിടെ വ്രതം എടുത്തപ്പോൾ കണ്ട കാര്യങ്ങളാണ്. പണം കുന്നുകൂടുന്ന പണം, ആന്ധ്രയിൽ നിന്ന് വരുന്ന, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഭക്തന്മാരെ നാണയം ഒട്ടിച്ചിട്ട് പൈസ മേടിക്കുക, കാലുഴിഞ്ഞിട്ട് ഉഴിഞ്ഞു കൊടുത്തിട്ട് പണം ഉണ്ടാക്കുക, അത് ചാക്കിനകത്ത് കെട്ടി നിറയ്ക്കുക, മുമ്പിലോട്ട് നിൽക്കുന്നതിന് പണം, പുറകിലോട്ട് മാറ്റി നിർത്തുന്നതിന് പണം. ഒരുപാട് പേരുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഒരാളും ശബരിമല ശാസ്താവിൻ്റെ പണമെടുത്ത്, ശബരിമല അയ്യപ്പൻ്റെ പണമെടുത്ത് ഒരാൾക്ക് പോലും കണ്ടില്ലേ? രോഗദുരിതങ്ങളായിട്ട് മനുഷ്യർക്ക് കൊടുക്കുന്നത് ദൈവം. എനിക്കറിയാവുന്ന ഒരാൾ പോലും ദേവസ്വം ബോർഡിൻ്റെ, അവിടുന്ന് മാത്രമല്ല, ദേവസ്വം ബോർഡിൻ്റെ പണമെടുത്തിട്ടുള്ള ഒരു മനുഷ്യന് പോലും സമാധാനവും ശാന്തിയും കിട്ടിയിട്ടില്ല. വംശത്തിന് നാശം ഉണ്ടാകുകയും ചെയ്യും. അപഖ്യാതിയും അപമാനവും കൊണ്ടല്ലേ ജീവിക്കാൻ കഴിയുള്ളൂ. ആ കുടുംബത്തിൻ്റെ, താഴമൺ കുടുംബത്തിൻ്റെ പേര് പറഞ്ഞാൽ അന്തസ്സായി തലയുയർത്തി നിൽക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ഇനി ആരെങ്കിലും ഉണ്ടോ? ഞാൻ രാജീവ് കൊണ്ടനാരുടെ കാര്യം മാത്രമല്ല പറയുന്നത്. അതിൻ്റെ പേരിൽ ഒച്ച വയ്ക്കുന്ന നമ്മുടെ രാഹുൽ ഈശ്വർ ഉണ്ടല്ലോ, അതിൻ്റെ പേരിൽ ഒച്ച വയ്ക്കും, ബഹള വയ്ക്കും, പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കും. ആർക്കെങ്കിലും ആ കുടുംബത്തിലൊരു സമാധാനവും ശാന്തിയും കിട്ടുന്നുണ്ടോ? പണം ഉണ്ടാവും. പണം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. മൂല്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് കിട്ടുന്ന പണം നമുക്ക് സമാധാനം നശിപ്പിക്കും. നിനക്ക് അർഹതയില്ലാത്ത പണം നിൻ്റെ സമാധാനം നശിപ്പിക്കും. ഞാനിത് പറഞ്ഞതിൻ്റെ കാര്യം, ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞ് തുടങ്ങിയിട്ട് ക്ഷേത്രങ്ങൾ പോലും കൊള്ളയടിക്കപ്പെടുന്ന അവസ്ഥയിൽ രാജകുമാരന്മാരെ പോലെ ജീവിച്ച മനുഷ്യർ നിലത്ത്, ജയിലിനുള്ളിൽ ഒരു തലാണ പോലും ഇല്ലാതെ നിലത്ത് കിടക്കുന്നു, മാനസിക സംഘർഷപ്പെടുന്നു, അല്ലേ? ഡൈനിങ് ടേബിൾ ഇല്ലാതെ ഭക്ഷണം കഴിക്കുന്നു. അവിടെ അശുദ്ധികളുടെ പ്രശ്നമൊന്നുമില്ല. ജയിലിനകത്ത് എന്താ ശുദ്ധി? 1000 പേര് കഴിച്ച പാത്രം ഒന്ന് കഴുകി തീരുമ്പോൾ തീരുന്ന അശുദ്ധിയേ ഉള്ളൂ, അല്ലേ? തൊട്ടാൽ പ്രശ്നമില്ല, ഒരു പ്രശ്നവുമില്ല. പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യാനാണ്? ദൈവശിക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ ഇനി ഇവിടെ എന്തൊക്കെ ന്യായീകരിക്കാൻ? ഇപ്പോൾ ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ ഇപ്പോൾ നിശബ്ദരായി. കാരണം അവർക്ക് മനസ്സിലായി, ഹൈന്ദവരെ വഞ്ചിച്ച കുടുംബമല്ലേ താഴമൺ കുടുംബം. ഹൈന്ദവ സമൂഹത്തെ വഞ്ചിച്ചവരല്ലേ, അയ്യപ്പ സാന്നിധ്യത്തെ വഞ്ചിച്ചവരല്ലേ, ആ ദൈവവിശ്വാസത്തെ തകർത്തെറിയാൻ ശ്രമിച്ചവരല്ലേ, കട്ടുമുടിച്ചവരല്ലേ. ഇവർ വിളക്കെടുത്താൽ വിളക്കത്തിൻ്റെ വെളിച്ചം, അവർ പ്രകാശം കത്തിക്കുമ്പോൾ, അവർ ജപിക്കുമ്പോൾ അത് പ്രപഞ്ചത്തിൻ്റെ ശക്തിയായി നിൽക്കുന്നതിന് പകരം എങ്ങനെ പണമുണ്ടാക്കാം? അവിടുത്തെ ശബരിമല ശാസ്താവിൻ്റെ വിഗ്രഹം പോലും, പൊന്നയ്യപ്പൻ്റെ വിഗ്രഹം പോലും ഉള്ളതാണോ? അതിൻ്റെ ഏതൊക്കെ ഭാഗം ഒടിച്ചെടുത്തു എന്ന് ആരൊക്കെ കണ്ടു? ദുഃഖമാണ്. നമ്മുടെ തല കുനിഞ്ഞു പോവുകയാണ്. ഹൈന്ദവ സംസ്കാരത്തിൻ്റെ അടിവേര് ഇളക്കി കളഞ്ഞ ഇവരെയൊക്കെ എന്തോ പറയാനാണ് എന്ന് ചോദിക്കുക. എന്താ വെച്ചാൽ ഇത്തരം കള്ളന്മാർ കയറിയിരുന്നു കഴിഞ്ഞാൽ ഇവരെയല്ലേ നമ്മൾ പിതൃതുല്യരെന്ന് അദ്ദേഹം പറഞ്ഞു. പത്മകുമാർ ദൈവതുല്യരായിട്ടുള്ള മനുഷ്യൻ. അങ്ങനെ ദൈവത്തിൻ്റെ തുല്യമൊന്നും ഇവിടെ ഒരു മനുഷ്യനും ആവാൻ പറ്റൂല. മുറിഞ്ഞാൽ ചോരയും കരഞ്ഞാൽ കണ്ണീരും വരുന്ന മനുഷ്യർ, ദുഃഖം കൊണ്ട് വീർപ്പ് മുട്ടുകയും പ്രഷർ കുടിച്ചാൽ ഗുളിക തരികയും പ്രമേഹം വന്നാൽ ഇൻസുലിൻ എടുക്കുകയും ചെയ്യുന്ന ദൈവതുല്യർ മാത്രമേ ഉള്ളൂ. അല്ലാതെ എന്ത് ദൈവതുല്യർ? ദൈവത്തിന് രോഗങ്ങൾ വരില്ല. ദൈവം എന്ന് പറയുന്നത് ഒരു സങ്കല്പമാണ്, ഒരു സങ്കല്പ ശക്തിയാണ്, അപാര ചൈതന്യമാണ്. അത് ഉദിക്കുന്ന സൂര്യനാണ്. അസ്തമയത്തിൽ നിൽക്കുന്ന സൂര്യൻ പോലും ഊർജ്ജസ്വലമായ ഒരു പ്രഭയുണ്ട്, രക്തവർണ്ണങ്ങളുണ്ട്. അതൊക്കെയാണ് ദൈവതുല്യം എന്ന് പറയുന്നത്. നമ്മൾ കണ്ടിട്ടില്ല ദൈവത്തെ, പക്ഷേ ദൈവത്തെ കാണാൻ പറ്റുന്ന മനുഷ്യരുണ്ട്, ആ പ്രപഞ്ച ശക്തികളുണ്ട്. അല്ലാതെ ഇതൊക്കെയാണോ ദൈവതുല്യരായ മനുഷ്യർ? അറിയാതെ ഇത് ദൈവം ഉണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നാണക്കേട്. ആ കുലത്തെ മുഴുവൻ. നമുക്കിപ്പോൾ ഇന്നലെ ഞാൻ വൈകുന്നേരത്ത് ടീച്ചറിന് ഗുരുവായൂർ വരെ പോകണം.
അപ്പോൾ ഞാൻ രാത്രി ട്രെയിനിൽ ടീച്ചറെ കൊണ്ട് വിടാനായിട്ട് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അപ്പോൾ ഒരു ദോശ കഴിക്കാമെന്ന് പറഞ്ഞ് ആര്യാസ് വരെ പോയി. അത് നമ്മുടെ അഭിലാഷ്, ഡയമണ്ട് കച്ചവടക്കാരനായ അഭിലാഷും ഉണ്ടായിരുന്നു. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചിറങ്ങുമ്പോൾ നമ്മുടെ ആറ്റുകാൽ മേൽശാന്തി, അദ്ദേഹം ശബരിമല മേൽശാന്തി ആയിരുന്ന ആളാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിനടുത്ത് പോയി പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ഞാൻ നമ്മുടെ കുലത്തെ ഞാനൊന്ന് വളരെ എനിക്ക് വേദന കൊണ്ട് ഞാൻ പറഞ്ഞു പോയി, ക്ഷമിക്കണം. അദ്ദേഹം ഞാൻ ചിരിച്ചു. ചിരിച്ചു. ഞാൻ ബ്രാഹ്മണ സമൂഹത്തെ മുറ്റത്ത് കുറ്റപ്പെടുത്തിയതല്ല. മഹാപണ്ഡിതരും മഹാജ്ഞാനികളും ദൈവതുല്യരോ ആയിട്ടുള്ള മനുഷ്യരൊക്കെ ഉണ്ടാകും. ദൈവതുല്യരെന്ന് പറഞ്ഞാൽ ജ്ഞാനം കൊണ്ട്, പാണ്ഡിത്യം കൊണ്ട്. ഇപ്പം ദൈവത്തിന് മയിൽപ്പീലി വേണമെന്നില്ല, ഓടക്കുഴൽ വേണമെന്നില്ല, കാളിക്ക് പൈശാചികമായിട്ടുള്ള സ്വരൂപങ്ങൾ വേണമെന്നില്ല, ആയുധങ്ങൾ വേണമെന്നില്ല. പക്ഷെ ആ ശക്തി ഉണ്ടാകും. ആ ശക്തിയെ ചൂഷണം ചെയ്തപ്പോൾ ദൈവത്തിന് സ്വർണവും വേണ്ട, ദൈവത്തിന് വിളക്കും വെളിച്ചവും വേണ്ട. നമ്മളത് മനസ്സിലാക്കണം. ഒരാൾ മനസ്സിൻ്റെ സങ്കല്പം കൊണ്ടൊരു പ്രതിഷ്ഠ വെച്ചാൽ സാങ്കല്പിക ശക്തിയിൽ ഇതാണ് എൻ്റെ ഈശ്വരൻ, ഇതാണ് എൻ്റെ ശക്തി. പൂർവ്വകാലത്ത് കുടുംബത്തിലെ കാരണവന്മാർ കളരിദേവതയെ പ്രതിഷ്ഠിക്കും. യോഗീശ്വരന്മാർ അവിടെ ഉണ്ട്. അത് പിന്നെ അദ്ദേഹം മരണപ്പെട്ട് യോഗീശ്വരനായിട്ട് മാറിയിട്ട് യോഗീശ്വരന് സ്ഥാനം കൊടുക്കും, മൂർത്തികൾക്ക് സ്ഥാനം കൊടുക്കും. ഹൈന്ദവ സങ്കല്പങ്ങൾക്കനുസരിച്ച് കാലങ്ങളോടെ അത് നല്ല ആചാരങ്ങളൊക്കെ ഉയർന്നു നിൽക്കുന്ന കാലത്ത് നമ്മുടെ തലമുറകൾ അത് നിലനിർത്തുകയും പിന്നെ തലമുറകളില്ലാതെ വരികയും തലമുറകളെ അത് നശിപ്പിച്ച് കളയുകയൊക്കെ ചെയ്യുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അതിൻ്റെ ആ നശിപ്പിക്കപ്പെടുന്നതിൻ്റെ മൂന്നാമത്തെ തലമുറ മുതൽ സർവനാശം സംഭവിച്ച് ഇല്ലാതാകുകയും ചെയ്യും. താഴമൺ കുടുംബത്തിന് വരാൻ പോകുന്ന അതാണ്. വന്നു കഴിഞ്ഞു, ഇനിയിപ്പം പ്രത്യേകിച്ചൊന്നും വരാനില്ല. ഇവിടെയാണ് അവർ വാങ്ങിക്കൂട്ടിയ പണവും അവർ അധികമായ എന്ന് പറഞ്ഞാൽ പണം മാത്രമല്ല, അവർ എന്തൊക്കെയാണോ അവരുടെ ഭൗതിക ഭ്രമങ്ങളിൽ കുന്നുകൂട്ടിയത് എന്തൊക്കെയാണോ അതെല്ലാം തന്നെ ഫ്രീസറിൽ വെച്ച ജഡം പോലെ ആയിട്ട് പോയി. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇടി വന്നാൽ അതൊക്കെ അറ്റാച്ച് ചെയ്യും. ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ടേണ്ടി വരും. ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ കൈ തൊണ്ടയിൽ നിന്ന് താഴോട്ടിറങ്ങൂല, കൈ പൊങ്ങില്ല. പിന്നെ അപമാനവും അപഖ്യാതിയും നാണക്കേടും. ഒരു കാലത്ത് രണ്ട് പക്ഷത്തും ആൾക്കാർ നിന്ന് ആദരവോടുകൂടി പിന്നെ സ്വീകരിക്കാൻ നിന്നുണ്ടെങ്കിൽ അവജ്ഞയോടുകൂടി പുറംതിരിഞ്ഞ് നടക്കുന്ന അവസ്ഥയിലേക്ക് ഈ ഒരു സംസ്കാരത്തിൻ്റെ, ഈ ഹൈന്ദവ സംസ്കാരത്തിൻ്റെ പേരും പറഞ്ഞ്, ഹൈന്ദവ ദൈവ സങ്കല്പങ്ങളുടെ പേരും പറഞ്ഞ്, തന്ത്രമന്ത്രാദികളുടെ പേരും പറഞ്ഞ് ഈ കുലം, ഈ സമൂഹത്തെ, ഈ വ്യവസ്ഥിതിയിൽ ഏറ്റവും കൂടുതൽ ചീത്തപ്പേരുണ്ടാക്കിയ ഈ താഴമൺ കുടുംബത്തിലെ ഒരു നല്ല ശതമാനം നല്ല ആൾക്കാരുണ്ടാവും, ഇല്ലാതെന്ന് ഞാൻ പറയുന്നില്ല. ആ ശതമാനം ആൾക്കാരുടെ മുഖത്ത് കരിവേരി തേച്ച ഈ രാജീവ് കണ്ടനാർ, മോഹൻ കണ്ടനാർ, പിന്നെ അദ്ദേഹത്തിൻ്റെ മക്കളെക്കുറിച്ചൊക്കെ ഞാനൊന്നും പറയുന്നില്ല. കാരണം നമ്മളിനി പറഞ്ഞാൽ അധികമാവും. നിങ്ങളൊക്കെ സ്വയം ഹൃദയത്തിലേക്ക് നോക്കൂ. ഇതൊക്കെ ഇളക്കിയെടുത്തുകൊണ്ട് പോവുകയും ഈ തോന്നിയത് തന്ത്രിക്ക് കുടുംബസ്വത്താണോ, തന്ത്രിയുടെ എൻ്റെ സ്വത്താണ്, തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ് എന്നാ പറയുന്നത് ചിലത്. ആ കൊടിമരത്തിൻ്റെ മുകളിലൊക്കെ വയ്ക്കുന്ന ആ പവിത്രമായ സാധനങ്ങളൊക്കെ അത് തന്ത്രിക്ക് എന്ത് അവകാശമാണുള്ളത്? ഞാൻ ചോദിച്ച വിഗ്രഹങ്ങൾക്ക് എന്ത് അവകാശമാണ് തന്ത്രിക്കുള്ളത്? ക്ഷേത്രത്തിൻ്റെ അവകാശം പോലും ഇല്ല തന്ത്രിക്ക്. തന്ത്രി ക്ഷേത്രകാര്യങ്ങൾ നടത്താനുള്ള തന്ത്രങ്ങൾ പറഞ്ഞ് ആ ക്ഷേത്രത്തിൻ്റെ ശക്തി നിലനിർത്താനായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് നമുക്ക് ഈ 20-ാം നൂറ്റാണ്ടിൽ, ഈ കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാത്ത 21-ാം നൂറ്റാണ്ടിലാണ് കാലഘട്ടത്തിൻ്റെ മാറ്റമാണ്. ആ കാലഘട്ടത്തിൽ 20-21-ാം നൂറ്റാണ്ടുകളിൽ ആ ദൈവിക ശക്തിയെക്കുറിച്ച് പറയുന്നതിന് വേറെ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. എങ്ങനെയാണ് ഒരു പൂജ നടത്തേണ്ടത്, ആ പൂജ നടത്തേണ്ട ആളിൻ്റെ യോഗ്യത എന്താണ്, എന്തൊക്കെയാണ് ആ ക്ഷേത്രം നിലനിർത്താനായിട്ട് ചെയ്യേണ്ടത്, അവിടെ ദൈവിക ശക്തിക്ക് എന്തെങ്കിലും മാറ്റം വരണം എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും മൂല്യശേഷം വന്നിട്ടുണ്ടെങ്കിൽ, ദൈവികമായ ശക്തിക്ക് എന്തെങ്കിലും ദോഷങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തി അതിന് പരിഹാരം പറഞ്ഞു കൊടുക്കാനും അത് കൂട്ടായ ഒരു സംരംഭത്തിലൂടെ ജ്യോതിഷ പണ്ഡിതന്മാരെയൊക്കെ വിളിച്ചു നിർത്തി ദേവപ്രശ്നം, ദേവൻ്റെ വിഷയം ചിന്തിച്ച് ദേവൻ്റെ ചിന്തയാണ് ചിന്തിക്കേണ്ടത്. കണ്ണടച്ചിരുന്നുകൊണ്ട് ഇത് പൊളിച്ചോണ്ട് പൊക്കോളൂ, ഇതിൻ്റെ കൊടിമരം പൊളിച്ചോളൂ, വിഗ്രഹത്തിൻ്റെ അടിവശം പൊട്ടിച്ചോളൂ എന്ന് എനിക്ക് ആജ്ഞ കിട്ടി എന്ന് അനുജ്ഞ കിട്ടി എന്നല്ല പറയേണ്ടത്. സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് തോന്നിവാസം കാണിക്കുന്ന ഇത്രയൊന്നും ജീവിതത്തിൽ ശബരിമല ക്ഷേത്രത്തിൻ്റെ പടി ചവിട്ടാൻ ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ സമ്മതിക്കരുത്. നിങ്ങൾ തിരിച്ചറിയൂ. നമ്മുടെ വിശ്വാസത്തെ, ഹൈന്ദവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തിയ ഇത്തരം മനുഷ്യരെ മാറ്റി നിർത്തണം. കോടതിയല്ല മാറ്റി നിർത്തേണ്ടത്, മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് ഇത്തരത്തിലുള്ള നീച ജന്മങ്ങളെ മാറ്റി നിർത്തണം.
ഒരുപാട് പേര് അനങ്ങുന്നില്ല, ഒരുപാട് പേര് സംസാരിക്കുന്നില്ല. ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശബരിമല ക്ഷേത്രത്തിൽ ശരിക്കും പറഞ്ഞാൽ ഓരോ ഹൈന്ദവൻ്റെ ഹൃദയത്തിലേറ്റ മുറിവിൽ നിന്ന് ചോര വാർന്നൊലിക്കുകയാണ്. അവൻ്റെ കണ്ണുകളിലൂടെ കണ്ണുനീരൊഴിക്കുകയാണ്. അവൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ തച്ചുടച്ച ഈ താഴമൺ കുടുംബക്കാരെ, രാഷ്ട്രീയ നേതാക്കളെ നമ്മൾ മാറ്റി നിർത്തും. അവർ കാലാകാലങ്ങളിൽ വന്നു പോകുന്നു. ഈ തന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ തന്ത്രിക്കപ്പുറം മറ്റതൊന്നുമില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇവരും കൂട്ടുനിന്നു. ഇതൊരിക്കലും ജീവിതത്തിൽ പുറത്തു വരില്ല എന്ന് വിചാരിച്ചു. ഞാനവരെ കുറ്റപ്പെടുത്തില്ല, ഒരു രാഷ്ട്രീയക്കാരെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവർ ദൈവത്തിൻ്റെ അവതാര പുരുഷനായി സമതുല്യരാണെന്ന് വിചാരിക്കുന്ന ഇവർ കാട്ടിക്കൂട്ടിയത് എന്താണ്? ഒരു ക്ഷേത്രങ്ങളിലും പോകാൻ പറ്റാത്ത തരത്തിൽ മനസ്സ് മരവിച്ചു പോയിരിക്കുന്നു. മരവിച്ച മനസ്സുമായിട്ടാണ് നമ്മളിപ്പോൾ ആര് പൂജാരിമാരെ കണ്ടാലും, ക്ഷേത്രത്തെ നിലനിർത്തുന്ന യഥാർത്ഥത്തിലുള്ള ക്ഷേത്ര തന്ത്രിമാരെ കണ്ടാലും, ദേവജ്ഞന്മാരെ കണ്ടാലും, ശാന്തിമാരെ കണ്ടാലും ഒക്കെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു വെറുപ്പെന്ന് പറയാൻ പറ്റില്ല, ഒരു വേദന. അവരുടെ കുലത്തിന് മുഴുവൻ അപഖ്യാതി ഉണ്ടാക്കിയ ഒരാളാണ് ഈ താഴ്മൺ കുടുംബത്തിലെ ഈ രാജീവ് കണ്ഠനാർ. മാത്രമല്ല, ഈ മോഹൻ കണ്ഠനാർ ഇതിനേക്കാൾ അപ്പുറത്തൊരുത്തരാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് അടുത്തൊരാൾ. അദ്ദേഹത്തിനെ കൊണ്ടുപോയി പലയിടത്തും ആ ചെറുപ്പക്കാരൻ നന്നായിട്ട് കാര്യങ്ങൾ പഠിച്ച് നല്ല വിദ്യാഭ്യാസമുള്ള ആളാണെന്നാണ് ഞാൻ കേട്ടത്. അദ്ദേഹം തന്ത്രശാസ്ത്രത്തിന് മിടുക്കനായി. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം ഈ റോഡ് നീളെ നടന്ന് ഈ പോകുന്നിടത്ത് മുഴുവൻ പണത്തിന് വേണ്ടി റോഡ് നീളെ പൂജ ചെയ്യാൻ നടക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇവർ അധപ്പതിച്ച് പോയല്ലോ. ഈ ഉണ്ണികൃഷ്ണനെ പോറ്റിയുള്ള ഈ ഒരുത്തനെയും കൊണ്ട് ഒരു നല്ല മുഖശ്രീയോട് കൂടിയായിട്ടുള്ള ഉണ്ടായിരുന്നെങ്കിൽ പോലും നമുക്ക് കുഴപ്പമില്ല. ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് എല്ലാത്തിനും 99% ആൾക്കാർക്ക് ഒരു മുഖശ്രീ ഉണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് എന്ത് കണ്ടുകൊണ്ടാണ് അവിടെ പാത്രം കഴുകാൻ വന്ന, പാത്രം തുടക്കി വിളക്ക് ഉടയ്ക്കാൻ വന്നവനെ വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ കയറ്റി നിർത്തി? അത് ഈ രാജീവ് കണ്ഠനാരാ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് എവിടെയും നിർത്തിയിട്ട് അവനെ ഇവിടേക്ക് കൊണ്ടുവന്ന് അവൻ്റെ മുറിയിൽ തന്നെ ആയിരുന്നു. ഈ രാജീവ് കണ്ഠനാരുടെ മുറിയിൽ തന്നെയാണ് അവിടെയാണ് ഇവൻ ആൾക്കാരുടെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു മീഡിയേറ്ററാണ്. ഇന്ന ആന്ധ്രയിലെ ഇന്ന ആൾ റെഡ്ഡി, പിന്നെ തമിഴ്നാട്ടിലെ ഇന്ന ആൾ പണം നോക്കി, പണച്ചാക്ക് നോക്കി, പോക്കറ്റിൻ്റെ വീർപ്പ നോക്കി അയ്യപ്പൻ്റെ മുറിയിൽ അവിടെ മുറിയെടുത്തിരുന്ന് പണമുണ്ടാക്കി, ട്രാക്ടറിൽ പണം കൊണ്ടുപോയി എന്നൊക്കെ പറയുന്ന കേട്ടോ. നമുക്കതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ശബരിമല മേൽശാന്തിയാണെന്ന് പറഞ്ഞാൽ ദൈവം കൊടുക്കുന്നതുണ്ട്, ജീവിക്കാം. നല്ല പരിജ്ഞാനവും ജ്ഞാനവുമുള്ള നല്ല ദൈവഹിതമായിട്ട് കർമ്മങ്ങൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ എല്ലാം മുഖത്ത് കരിവാരി തേച്ചില്ലേ ഈ താഴമൺ കുടുംബത്തിലെ ഈ മഹാനായ മനുഷ്യൻ? ഇപ്പം തറയെ കിടന്ന് ഉറങ്ങുന്നത്, പായില്ലേ, തലാണ പോലും ഇല്ലാതെ കിടക്കില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1000 പേര് കഴിച്ച പാത്രവും 50,000 പേര് വിളകിയ തവിയും 20 ലക്ഷം പേര് ഉപയോഗിച്ച ബാത്റൂമും കുളിച്ചാൽ സോപ്പിൻ്റെ ബാക്കി പതഞ്ഞു പൊങ്ങുന്ന വെള്ളത്തിലുള്ള കുളിയും, ദൈവം കൊടുക്കുന്ന ശിക്ഷ. ചിലപ്പോൾ കോടതി നിയമ വ്യവഹാരങ്ങളിൽ നിന്നൊക്കെ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ നമുക്കറിയാത്ത പല കാര്യങ്ങളുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാനൊക്കെ പറ്റും. പക്ഷേ അനുഭവിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പോകാൻ പറ്റില്ല, ആരോട് ഇങ്ങനെയൊക്കെ ചെയ്താലും. ഇന്നലെ എനിക്കൊരമ്മ എന്നെ കാണാൻ വന്നു. അവരുടെ ആ അമ്മ, ഞാൻ ചോദിച്ചു എന്തിനാണ് അമ്മ വന്നത്? ഇവിടെ മുൽപ്പാലത്തടി മാടന്തമ്പുരാൻ ക്ഷേത്രത്തിൽ സ്വാമിയെ ഒന്ന് കാണാൻ വന്നതാണ്. നല്ല തേജസ്സുള്ളൊരമ്മ. എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. ഞാൻ സ്വാമിയുടെ വീഡിയോ DNA എപ്പോഴും കാണും. ഞാനൊരു ഉദാഹരണം പറയുന്നതാണ്. ഞാൻ ചോദിച്ചു അദ്ദേഹം ഉണ്ടോ? ഇല്ല, അദ്ദേഹം മരിച്ചുപോയി. നല്ല മനുഷ്യനായിരുന്നു സ്വാമി. അതെനിക്ക് മനസ്സിലായി. എന്തായിരുന്നു ജോലി? മെഴുകുതിരി ഉണ്ടാക്കുകയായിരുന്നു ജോലി. ആ മെഴുകുതിരി ഉണ്ടാക്കി തന്നെ ഞാനും എൻ്റെ ഭർത്താവും, മക്കളില്ല, ജീവിച്ചു. പക്ഷേ എൻ്റെ പ്രശ്നം എന്നാൽ ഞാൻ പറഞ്ഞു അമ്മയ്ക്കൊരു മനോദുഃഖം ഉണ്ടല്ലോ. ഉണ്ട്. അത് വീട് സംബന്ധമായിട്ടല്ലേ? അതെ. അമ്മ ഇത് പറയരുതെന്ന് പറഞ്ഞാലും ഞാനങ്ങോട്ട് പറയുകയാണ്. അവർ ആ മെഴുകുതിരി വിറ്റിട്ട്, മെഴുകുതിരി ഉണ്ടാക്കി ഭാര്യയും ഭർത്താവും കൂടെ വിറ്റിട്ട് സ്വർഗോദയ ഏകാദശിയുടെ അന്നാണ് അദ്ദേഹം മരിച്ചത്. ഒന്ന് ആലോചിക്കണം. എത്രയോ കാലങ്ങൾക്ക് ശേഷം 2 ഭാര്യ-ഭർത്തൃ ബന്ധങ്ങളിലെ ഉത്തമമായ ഒരു ദാമ്പത്യ ജീവിതം അനുഭവിച്ച് മരിച്ചുപോയ ഭർത്താവ് സ്വർണ്ണകാതിൽ ഏകാദശിയിട്ട് മരിച്ചതും അതിനെ ഓർത്ത് ഇരിക്കുന്ന ഒരു ഭാര്യ എന്നെ കാണാൻ വന്നത്. ഒരമ്മയാണ്. എന്നെക്കാളും 10 വയസ്സിന് 72 വയസ്സെങ്ങാണ്ടുണ്ട്. അവർ പറഞ്ഞത് അവരൊരു 5 സെൻറ്റ് സ്ഥലം മേടിച്ചു, അവിടെ ഒരു വീട് വെച്ചു. സഹോദരനും സഹോദരിക്കും കയറിക്കിടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അവർക്കൊരു സ്ഥലം കൊടുത്തു. അതാണ് അവർ ചെയ്ത തെറ്റ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്നാണോ മറ്റവർക്ക് ഇപ്പോൾ ആവശ്യം എന്താണ്? ഇവരെ ഏറ്റവും അടുത്ത നിമിഷം, അത് അമ്മ എന്നോട് പറഞ്ഞതല്ല, പക്ഷെ അമ്മയുടെ മുഖത്തുനിന്ന് ഞാൻ വായിച്ചെടുത്തു.
ഭാര്യയും ഭർത്താവും തമ്മിൽ ഏറ്റവും സുന്ദരമായ ജീവിതം നയിച്ച് മെഴുകുതിരി ഉണ്ടാക്കി വിറ്റ് ജീവിച്ച് സ്വർഗവാസിക്ക് ഭർത്താവ് മരിച്ചപ്പോൾ ഈ അമ്മ സന്തോഷത്തോടുകൂടി ആ ഭർത്താവിനെ ഓർത്ത് ജീവിക്കുമ്പോൾ 5 സെൻറ്റ് സ്ഥലം മേടിച്ച് തൻ്റെ സഹോദരനും കുടുംബാംഗങ്ങളും താമസിക്കാൻ കൊടുത്തു. ഇപ്പം കൊടുത്തു സ്വാമി. പിന്നെ ഞാൻ വായിച്ചെടുത്തതാണ്. അവർ ആഗ്രഹിക്കുന്നത് ഈ അമ്മയുടെ മരണമാണ്. ഈ അമ്മ എത്രയും പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് പോകണം. ഈ അമ്മ അവർക്ക് സ്വൈരക്കേടാണ്. ആരുടെ ഭൂമി, ആരുടെ അധ്വാനം, ആരുടെ അധ്വാനത്തിൽ നിന്നുണ്ടായത്. ഇതാണ് മനുഷ്യർ അല്ലേ? ഒട്ടകത്തിന് സ്ഥലം കൊടുത്തിട്ടില്ലേ? ഒരു വ്യാപാരി ഒട്ടകത്തിന് സ്ഥലം കൊടുത്തു. വ്യാപാരി ഒരു മരുഭൂമിയിൽ പിന്നെ ടെൻറ്റ് കിട്ടി കിടക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കയറി വന്ന ഒട്ടകം പറഞ്ഞു, എനിക്ക് ചൂട് കൊണ്ട് സഹിക്കാൻ വയ്യ, ഞാൻ എൻ്റെ തലയൊന്ന് അകത്തോട്ട് ഇട്ടോട്ടെ എന്ന്. കേട്ടോളാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു, എൻ്റെ കഴുത്ത് വരെ ഞാനൊന്ന് അകത്തോട്ടിട്ടോളാം എന്ന്. എൻ്റെ ഉടൽ മുഴുവൻ വേദനിക്കുന്നു, അകത്തോട്ടിട്ടു. അവസാനം ഒട്ടകം അകത്താകുകയും ഈ പിന്നെ വ്യാപാരി പുറത്താകുകയും ചെയ്തു. ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ ആ അമ്മയുടെ മുഖത്തുനിന്ന് ഞാൻ വായിച്ചെടുത്തു. അപ്പോഴും ആ നല്ല അമ്മ ഈ തനിക്കും തൻ്റെ സഹോദരനും കുടുംബത്തിനും കൊടുത്ത വീട് ഇവരുടെ പേരിലുള്ള വീടാണ്. ആ വീട്ടുകാർക്ക്, ആ വീടിലെ ആൾക്കാർ ഈ അമ്മയ്ക്ക് സ്വസ്ഥത കൊടുക്കുന്നില്ല. ഇത് ഞാൻ ഇന്ന് പറഞ്ഞതേ ഉള്ളൂ. മനുഷ്യർ അങ്ങനെയാണ്. ഇവിടെ ദൈവത്തോട് നീതി കാണിക്കാത്ത മനുഷ്യരും മനുഷ്യത്വത്തോട് മൂല്യങ്ങളില്ലാത്ത പെരുമാറുന്നവരും മനുഷ്യത്വമില്ലാത്ത മനുഷ്യരും. ഇതാണ് 2 ഭാഗം. ഞാനിത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ വേദന കൊണ്ട്. നന്ദി, നമസ്കാരം.